തോറ്റോടിയ പട, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല തുടങ്ങിയ കാര്യങ്ങളാണ് തിങ്കളാഴ്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഒളിച്ചോടിപ്പോകുന്നത് കണ്ടപ്പോൾ തോന്നിയത്. വിഷയമെന്തായിരുന്നു? വലിയ കോലാഹലം നടത്താനാണ് പ്രതിപക്ഷം UDF നിയമസഭയിലേക്ക് വന്നത്. അവധി കഴിഞ്ഞ് നിയമസഭ ചേരുന്നു തിങ്കളാഴ്ച. അപ്പോൾ അടിയന്തര പ്രമേയം കൊണ്ടുവരണം. എന്താണ്? മുഖ്യമന്ത്രിക്കെതിരെ, മലപ്പുറം പ്രയോഗത്തിനെതിരെ, സ്വർണ്ണക്കടത്ത് പ്രശ്നങ്ങൾക്കെതിരെ, ADGP അജിത് കുമാറിനെതിരെ, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ അലക്കാൻ പറ്റിയ, ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി അലക്കാൻ പറ്റിയ വിഷയങ്ങളുമായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ വരവ്. ഇത് മുൻകൂട്ടി കണ്ട് ഒരു മുഴം മുന്നേ നീട്ടിയെറിയുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. ഞായറാഴ്ച രാഖി രാമാനം 30 ദിവസം കഴിഞ്ഞ് ലഭിച്ച അന്വേഷണ റിപ്പോർട്ട് DGPയുടെ വെച്ചുകൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി ബറ്റാലിയൻ ADGP ആക്കി. പകരം മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകുകയും ചെയ്തു. ഈ പെട്ടെന്നുള്ള ഈ നീക്കം സത്യത്തിൽ പ്രതിപക്ഷത്തെ നിരായുധരാക്കി എന്നതാണ് സത്യം. എന്നിട്ടും ഒരു കളം കളിക്ക് ബാക്കി, അംഗത്തിന് ബാക്കി ഇതുണ്ടല്ലോ എന്ന് കരുതി തിങ്കളാഴ്ച രാവിലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസിൻ്റെ MLA, പേരാവൂർ MLA നോട്ടീസ് നൽകി. നോട്ടീസ് നൽകുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ വിചാരം അടിയന്തര പ്രമേയം സ്പീക്കർ അനുവദിക്കില്ല, ഭരണപക്ഷം അനുവദിക്കത്തില്ല, ബഹളമുണ്ടാക്കാം, ചാടിക്കയറാം നിയമസഭയിൽ, സ്പീക്കറുടെ ചേംബറിലേക്ക് പ്രശ്നം ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. അപ്പോൾ പേരാവൂർ MLA സണ്ണി ജോസഫ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ചോദ്യോത്തരവേള കഴിഞ്ഞു. അടുത്ത ഊഴമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രി എഴുന്നേറ്റു. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സന്നദ്ധമാണെന്ന് ഗവൺമെൻറ് അറിയിക്കുകയാണ് മുഖ്യമന്ത്രി. പ്രതിപക്ഷം ഞെട്ടിപ്പോയി, പകച്ചുപോയി. ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല മുഖ്യമന്ത്രിയിൽ നിന്നും. 12 മണിക്ക് തന്നെ പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പണി പാളി എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷം പിന്നെ എന്തൊക്കെയോ സഭയിൽ കാട്ടിക്കൂട്ടി. വെല്ലിലേക്ക്, സ്പീക്കറുടെ ചേംബറിലേക്ക് ഓടിയെടുക്കുന്നു മാത്യു കുഴൽ, പിന്നെ ഉമാ തോമസ് എന്നിങ്ങനെ കുറേ പ്രതിപക്ഷ MLA മാർ. അപ്പം അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്യു കുഴൽനാടൻ എഴുന്നേറ്റ് ഓരോന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ ചോദിച്ചു, ആരാണ് ശരിക്കും പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനാണ് അവസരം കൊടുക്കുന്നത്. ഇത് മറയാക്കി പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചു എന്നൊരു ഉപായം ഉണ്ടാക്കിയിട്ട് നോക്കണേ പോന്ന് പോക്ക്. അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തപ്പോൾ തന്നെ വിഷയം മാറ്റി. ഇത് പണി വാളും. നേരെ മറ്റേ വിഷയം, പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചു. ആരാക്ഷേപിച്ചു? ആ പക്ഷത്തുനിന്ന് തന്നെ മാത്യു കുഴൽനാടൻ എഴുന്നേറ്റപ്പോഴാണ് സ്പീക്കർ ചോദിച്ചത്, അതിലെന്താ ആക്ഷേപം? അപ്പം വിഷയം അതല്ല. പുറത്ത് ആരോപണം ഉന്നയിക്കുന്നതും ഇട്ടലക്കുന്നതും പിണറായി സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതും സംരക്ഷിക്കാൻ ഒരു മാധ്യമ പടയുണ്ട് പ്രതിപക്ഷത്തിന്. അന്തിച്ചർച്ചയ്ക്കും ആങ്കർമാർ, കോട്ടിട്ട മാധ്യമ ജഡ്ജിമാരും, പിന്നെ ഫീൽഡിലായാൽ കുറേ മാപ്രകളുമൊക്കെ സംരക്ഷിക്കാറുണ്ട്. ഈ സംരക്ഷണം നിയമസഭയിൽ കിട്ടത്തില്ല. നിയമസഭയിൽ ഡേറ്റ, വിശദാംശങ്ങൾ വെച്ച് സംസാരിക്കുമ്പം സംഭവം പൊളിഞ്ഞു പോകും. മലപ്പുറം വിഷയം പൊളിച്ചെടുക്കും ഭരണപക്ഷം. പ്രതിപക്ഷം നിരായുധരാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അടുത്ത നമ്പർ കളിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഇതാണോ ശരിക്കുമുള്ള പ്രതിപക്ഷ ജനാധിപത്യം എന്നാണ് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ അന്തിച്ചർച്ചയിലാണെങ്കിൽ സംരക്ഷിക്കാൻ ആരൊക്കെയാണ്? ഒരു വലിയ പടയല്ലേ, ടീമല്ലേ ഉള്ളത്. നമ്മുടെ രക്ഷിപ്പാൻ സ്മൃതി, ശ്രുതി, അയ്യപ്പ, നിഷ്, ഷാനി, അരുൺ, അഭിലാഷ്, ഹഷ്മി, വേണു, വിനു, മാധു. ഒരു വലിയ പടപ്പുറത്തിങ്ങനെ പ്രതിപക്ഷത്തെ സംരക്ഷിക്കാൻ, പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിച്ച് വലയം തീർക്കാൻ നിൽക്കുമ്പോൾ അവിടെ എന്തും വിളിച്ചു പറയാം. പക്ഷേ സഭയിൽ അങ്ങനെ വിളിച്ചു പറയാൻ കഴിയത്തില്ല. സഭയിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ ആരോപണങ്ങൾ ഉന്നയിക്കണം, തെളിയിക്കാനുള്ള ഡേറ്റ കൈ വേണം, തെളിവുകൾ വേണം.
ഇതിനൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം തോറ്റോടിയ പടയായിട്ട് തിങ്കളാഴ്ച നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. പ്രതിപക്ഷത്തിൻ്റെ പരാജയമാണ് തിങ്കളാഴ്ച. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കിക്കാണാം.